വെറുതെ ഇരിക്കുമ്പോഴാണ് കക്കാടംപൊയിൽ ഒരു 6 ഏക്കർ കൊടുക്കാണ്ടെന്നുള്ളത് കേട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ചെങ്ങായിൻ്റെ വണ്ടി എടുത്താണ്ട് കക്കാടംപൊയിലേക്ക് വിട്ടു. റോഡൊക്കെ നല്ല അടിപൊളി റോഡാണ്. പക്ഷേ ഞങ്ങൾ ബൈക്ക് ആയതുകൊണ്ട് തന്നെ മൈത്രി പാലം വഴി വിട്ടു. ഏത് ചെറിയ കുണ്ട് കട്ട് ചെയ്യാനുള്ള കഴിവുള്ള ഡ്രൈവറാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പേടിയും ബേജാറുമില്ല. വലിയ വലിയ കുന്നും മലയും ധാരാളം ഉണ്ട് ഇവിടെ. അങ്ങനെയുള്ള വലിയൊരു മലമെന്ന് പാറെടുക്കുന്നതാണ് ഈ കാണുന്നത്. ഒരു 10-30 കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു മല ഇവിടെ കാണാൻ തന്നെ ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും പെര കയറ്റാനും റോഡ് പണിക്കൊക്കെ കല്ലുകൾ ആവശ്യമാണല്ലോ. അങ്ങനെ കല്ലുകൾ തള്ളിയിടുന്ന ഇറ്റാച്ചിനെയാണ് അവിടെ കാണാൻ പറ്റുന്നത്. എത്ര മഴക്കാലാണെങ്കിലും വെയിലുദിച്ചാൽ ചൂട് തന്നെയാണ്. ഞായറാഴ്ച അല്ലാത്തതുകൊണ്ട് തന്നെ റോഡിലൊന്നും ഒരു മനുഷ്യനെയും കാണാനില്ല. ഒരു വെള്ളച്ചാട്ടത്തിൽ ഒരു 5-6 ആൾക്കാരെ കാണാൻ പറ്റി. മറ്റോനപ്പോൾ അതിന് ചായ വേണമെന്ന് കരച്ചു തുടങ്ങി. അങ്ങനെ നമ്മൾ 6 ഏക്കർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആകെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. ജാതിക്ക മരം കുറേ ഉണ്ട്. ഇത് മൊത്തം നടന്നു കാണുമ്പോൾ ഇതിനൊരു ബൈക്കാവും. നല്ല കായ്വലുള്ള മരങ്ങളാണ് കാണാൻ പറ്റുന്നത്. മറ്റോനെ വർത്താനം കേട്ട് കുറച്ചുകൂടി മേലെ കയറി. പിന്നെ ചക്കക്കുരുകളൊക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. കിലോന് ഇപ്പോൾ 20 ഉറുപ്പ്യ ഉണ്ട് വില. പ്ലാവും കൊക്കമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നാട്ടിൽ പുലി ഇറങ്ങിയ കഥ കേട്ടോണ്ട് തന്നെ നമ്മൾ ഇല്ല ധൈര്യം വെച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങി. വന്ന പോലെയല്ല, തിരിച്ചു പോകുമ്പോഴത്തേന് ക്ലൈമറ്റ് ആകെ മാറിയിരിക്കണു. അങ്ങനെ വന്ന വഴി ആലോചിച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കോട നല്ലോണം മൂടിനു. കാണുമ്പോൾ മൊത്തത്തിൽ ഒരു അടിപൊളിയായി തോന്നി. ഇത് കാണാനാണ് ആൾക്കാർ വണ്ടി എടുത്ത് കക്കാടംപൊയിലേക്ക് ഞായറാഴ്ചയാണ് കയറുന്നത്. അതിൻ്റെ അടിയിൽ ചങ്കിൻ്റെ കയ്യിൽ കുന്ത്രാണ്ടും കൊണ്ട് ഓൻ്റെ വക ഒരു പുകടല്. കോട ഏതാ പുക ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നമ്മൾ 6 ഏക്കറിനോട് ടാറ്റ് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും നീങ്ങി. ഇവിടുന്ന് മെയിൻ റോഡിൽ എത്തണമെങ്കിൽ ഇനിയും കുറേ നടക്കാണ്ട്. ഏതായാലും ഇവിടെ വന്നതല്ലേ, കുരിശുമല കയറിയിട്ട് പെരേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. മെയിൻ റോഡിൽ തന്നെ ഇറങ്ങിയപ്പോൾ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല. അമ്മാതിരി കോട. എടുത്തെത്തുമ്പോഴേ ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റുന്നുള്ളൂ. പണ്ട് കൊടൈക്കനാൽ പോയപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ടുള്ളൂ. ആൾക്കാർ കൂട്ടമായിട്ട് എത്തി തുടങ്ങിയിരിക്കണ്. ഇതൊക്കെ ആസ്വദിക്കണേ ഇങ്ങോട്ട് പോകുന്നോളി. പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിന്റാണിത്. ഇവിടെ നല്ല ചായയും പഴംപൊരിയും കിട്ടും. അരീക്കോടുള്ള ആയിച്ചാത്തയാണ് ഈ ചായക്കട നടത്തുന്നത്. അപ്പോൾ ഫോണത്തെ ചാർജിന്റെ കാര്യം ഏകദേശം തീരുമാനമായിക്കണ്. ഇങ്ങോട്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ നിർത്തി ഫോട്ടോ എടുത്തിട്ടേ പോകണുള്ളൂ. അങ്ങനെ നമ്മൾ കുരിശുമലന്റെ പകുതി എത്തി. മഴ ഉള്ളതുകൊണ്ട് തന്നെ കോട്ടിട്ടാണ് ഞങ്ങൾ രണ്ടാളും ഇറങ്ങിയത്. നോക്കിയും കണ്ടും കയറിയിട്ടില്ലെങ്കിൽ കാല് തിന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത പ്രാവശ്യം ഉമ്മാനെയും കൊണ്ടുവരണം. ഉമ്മ കുറേ ആയി കുരിശുമല കയറണം എന്ന് പറയണത്. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്. മേലക്കെത്താൻ ഇനി കുറച്ചുകൂടി നടക്കാണ്ട്. ചങ്ക് പറഞ്ഞു മതി ബാക്കി മേലെ നിന്ന് എടുക്കാന്ന്. അങ്ങനെ നമ്മൾ മേലെത്തി. ഒരു രക്ഷയില്ല, അടിപൊളി. കുടയും കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇവിടെ വന്നിട്ട് കുട കുറക്കാനുള്ള അവസരം കിട്ടൂല. അമ്മാതിരി കാറ്റാണ് ഇവിടെ. ചെങ്ങായ പാറപ്പുറത്ത് കൂടെ ഒക്കെ ഒന്ന് നടന്നു നോക്കി. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഇങ്ങോട്ട് വരണം. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ശുഭദിനം.